പാഠം 405. മരത്തിലും മാനത്തും കാണുന്നവർ. ഹലോ, മോഹനകൃഷ്ണനാണ്. അതെ, മനസ്സിലായി. ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10:30 വില്ലേജ് ഓഫീസിലേക്ക് വന്നോളൂ. പിന്നെ ഞാൻ രാജേന്ദ്ര സാറിനോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേഖകളെല്ലാം കൃത്യമാണെങ്കിൽ മാത്രമേ ഞാൻ സർട്ടിഫിക്കറ്റ് തരൂ എന്ന്. അല്ലാതെ ഡെപ്യൂട്ടി തഹസിൽദാരുടെ ശുപാർശ ഉണ്ടെന്ന് കരുതി ഒന്നും നടക്കില്ല. അറിയാലോ? ശരി. ആരായിരുന്നു? ഡെപ്യൂട്ടി തഹസിൽദാരുടെ ശുപാർശയിൽ ഒരാൾ പോക്കുവരവ് നടത്താൻ വരുന്നു. കടലാസുകൾ ശരിയാണെങ്കിൽ ഒരു ഡെപ്യൂട്ടി തഹസിൽദാരുടെയും ശുപാർശ വേണ്ട. കടലാസുകൾ ശരിയല്ലെങ്കിൽ റവന്യൂ മന്ത്രി ശുപാർശ ചെയ്താലും നടക്കില്ല. നീ എന്താ രാവിലെ റെഡിയായത്? എനിക്ക് ആഫീസിൽ പോകുന്നതിന് മുന്നേ 1-2 കാര്യങ്ങളുണ്ട് മോഹനേട്ടാ. 9 മണിക്കെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. മോഹനേട്ട കഴിക്കാനുള്ളതെല്ലാം വിളമ്പി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഉച്ചയൂണ് ചോറ്റുപാത്രത്തിലാക്കി അതിനടുത്തും വെച്ചിട്ടുണ്ട്. ഷർട്ടും മുണ്ടും തേച്ചും വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് പോവാലോ. നിനക്കൊന്ന് രാവിലെ ഇത്ര അത്യാവശ്യം? അതൊക്കെ ഞാൻ വൈകിട്ട് പറയാം. കണ്ടറിയേണ്ട കാര്യങ്ങൾ നമ്മൾ കണ്ടറിയണ്ടേ? അത് കേട്ടറിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല മോഹനേട്ടാ. അതെന്തോ കുഴപ്പം പിടിച്ച കാര്യമാണല്ലോ. നിന്റെ ശബ്ദം കേട്ടാലേ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. സത്യം പറയാം, നീ എന്തിനാണ് ഇന്ന് നേരത്തെ പോകുന്നത്? ഇതെന്ത് പറ്റി വില്ലേജ് ഓഫീസർക്ക്? സാധാരണ ഇങ്ങനെ അല്ലല്ലോ പറയാറ്. ഞാൻ മനസ്സിൽ കാണുമ്പോൾ മോഹനേട്ടൻ മാനത്ത് കാണുന്നില്ലേ? ഇതെന്ത് പറ്റി? ഞാൻ മനസ്സിൽ കണ്ടു. മോഹനേട്ടൻ മാനത്തെന്നല്ല, ഈ അടുക്കളയെ പോലും കണ്ടില്ല. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നീ എല്ലാ ദിവസവും രാവിലെ 10 മണി കഴിഞ്ഞാണ് ഇവിടെ ഇറങ്ങാറുള്ളത്. പിന്നെ എന്തിനാണെന്ന് 9 മണി ആയപ്പോഴേ ഇവിടെ ഇറങ്ങുന്നതാണ് ചോദിക്കുന്നത്. മോഹനേട്ടാ, ഞാൻ രാവിലെ 10 മണി കഴിയുമ്പോൾ ഇറങ്ങാനുള്ള കാരണം എനിക്ക് 10:15 കഴിയുമ്പോൾ വക്കീൽ ഓഫീസിൽ എത്തിയാൽ മതി എന്നുള്ളതാണ്. ഇന്നെനിക്ക് വക്കീൽ ഓഫീസിൽ എത്തുന്നതിന് മുന്നേ ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി. അത് എവിടെയാണെന്നാണ് ചോദിച്ചത്. നിനക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് പോയിക്കൂടെ? അതിനെന്തിനാ ഇത്ര രഹസ്യം? അതിലൊരു രഹസ്യമില്ല. എനിക്ക് പോവാനുള്ളത് എവിടെയാണെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് മോഹനേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോഹനേട്ടൻ മറന്നുപോയി. മോഹനേട്ടൻ മറക്കും. കാരണം മോഹനേട്ടന്റെ കാര്യങ്ങൾ മാത്രമേ ഓർത്തു വെക്കാറുള്ളൂ. ശരി, ഞാൻ മറന്നുപോയി. മറന്നുപോയ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചൂടെ? മോഹനേട്ടനെ ഞാൻ ഓർമ്മിപ്പിക്കാനോ? മോഹനേട്ടന് സൂപ്പർ കമ്പ്യൂട്ടറിനെക്കാട്ടിലും ഓർമ്മശക്തിയാണെന്ന് കഴിഞ്ഞ ആഴ്ച മോഹനേട്ടനോട് പറഞ്ഞതല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള മോഹനേട്ടനെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഷ്ടമല്ലേ? വളരെ വ്യക്തമായിട്ട് ഞാൻ കാര്യം പറഞ്ഞതാണ്. ഇനി ഒരിക്കൽ കൂടി അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പല പ്രാവശ്യം പറയാൻ തക്കവണ്ണം അത്ര വലിയ കാര്യമൊന്നും അല്ലെന്നേ അത്. ഞാൻ പോട്ടെ. അതേത് കാര്യം? മോഹനേട്ടാ, അതെ, എനിക്ക് നാളെ കുറച്ച് പൈസ തരുമോ? എന്തിനാ? തരുമെന്ന് പറ, ആവശ്യമൊക്കെ അത് കഴിഞ്ഞ് പറയാം. ആവശ്യം പറഞ്ഞാൽ ആലോചിക്കാം. അപ്പം മോഹനേട്ടനെ പൈസ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. എനിക്ക് ഒരു 4000 രൂപ വേണം. എന്തിനാണെന്ന് ഇപ്പോഴും പറഞ്ഞില്ല. എന്റെ മൊബൈൽ പഴയതായി. അതില് ഇപ്പൊ ചാർജ് നിൽക്കുന്നില്ല. ഇനി അത് കൊണ്ടു നടക്കാൻ പറ്റില്ല. എനിക്ക് പുതിയൊരു മൊബൈൽ വാങ്ങണം. എങ്ങനെ? വില്ലേജ് ഓഫീസർ കെ മോഹനേഷൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് നീ പുതിയ മൊബൈൽ വാങ്ങും. അതിനായി നിനക്ക് ഞാൻ 4000 രൂപ തരണം. 1000 രൂപ എന്തെങ്കിലുണ്ട്. പിന്നെ ആ പഴയ ഹാൻഡ്സെറ്റ് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ എന്തായാലും നല്ലൊരു ഫോൺ കിട്ടും. അറിയില്ല. ആര് ഫോണാ? ഭമേ, അന്ന് നീ മൊബൈൽ ഫോൺ വാങ്ങിയത് തന്നെ എന്നെ പറ്റിച്ചിട്ടാ. ഇനി എന്റെ അറിവോടെ എന്റെ കാശ് ഉപയോഗിച്ച് നിനക്ക് അടുത്ത ഫോൺ വാങ്ങണം. ഞാൻ സമ്മതിച്ചു തന്നെ. മോഹനേട്ടാ, ചെലവാക്കാനുള്ള കാര്യങ്ങൾക്ക് ചെലവാക്കാനുള്ളതല്ലേ ഈ പണം. ഞാൻ തിരക്കുള്ളൊരു വക്കീലല്ലേ. ഒരു നല്ല ഫോൺ ഇല്ലാതെ എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഒരു പുതിയൊരു ഫോൺ കിട്ടിയേ പറ്റുള്ളൂ. ഓഹോ, പുതിയ ഫോൺ വാങ്ങാനാണ് രാവിലെ ഇറങ്ങുന്നത്.
നടന്നത് തന്നെ. എന്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടിട്ട് വക്കീൽ ഫോൺ വാങ്ങിച്ചതുപോലെ തന്നെ. എന്റെ പൈസ കൊണ്ട് നീ ഫോൺ വാങ്ങാമെന്ന് കരുതണ്ട ഭാമേ. 4000 രൂപ പോയിട്ട് 4 രൂപ പോലും ഞാൻ തരില്ല. ആണെങ്കിൽ എങ്കിൽ മോഹനേട്ടൻ നോക്കൂ. മോഹനേട്ടന്റെ കാശ് കൊണ്ട് തന്നെ ഞാൻ പുതിയ ഫോൺ വാങ്ങിയിരിക്കും. മര്യാദയ്ക്ക് ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ മോഹനേട്ടന്റെ ബാഗിൽ നിന്ന് മോഷ്ടിച്ചിട്ടായാലും ഞാൻ എന്റെ ഉദ്ദേശം നടത്തിയിരിക്കും. ഈശ്വര, അവൾ കാശടിച്ച് മാറ്റിക്കാണോ? അതാണ് അവളുടെ ആത്മവിശ്വാസം. ഈശ്വര, എന്റെ 4000 രൂപ പോയി. എന്റെ ബാഗിലിരുന്ന കാശടിച്ച് മാറ്റിട്ട് രാവിലെ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുക മൊബൈൽ ഫോൺ വാങ്ങാനായിട്ട്. ഇന്ന് അവൾ മൊബൈൽ വാങ്ങിയത് തന്നെ. എന്താ മോഹനേട്ടാ ഒരു കുറ്റകൃത്യമാണെന്ന് എനിക്കറിയാലോ. അറിയാം. മറ്റൊരാളുടെ ബാഗിലിരിക്കുന്ന പണം അയാൾ അറിയാതെ എടുത്തു മാറ്റുന്നതിനെയാണ് നമ്മൾ മോഷണം എന്ന് പറയുന്നത്. അതെ അതെ അതെ. എന്റെ ബാഗിൽ നിന്ന് 4000 രൂപ എന്നോട് ചോദിക്കാതെ നീ എടുത്തത് മോഷണമല്ലേ? ഒരിക്കലുമല്ല. നമ്മള് ഭാര്യ ഭർത്താവല്ലേ, ഒരു വീട്ടിൽ താമസിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഒരു സ്ഥലത്തിരിക്കുന്ന പണം ഞാൻ എടുക്കുന്നോണ്ട് അതൊരു മോഷണമേ ആവില്ല. കാരണം ആ പണം എന്റെ ബാഗിലാണ് ഇരുന്നത്. പക്ഷേ ആ ബാഗ് ഈ വീട്ടിലാണ് ഇരുന്നിരുന്നത്. ഇത് എന്റെ കൂടെ വീടല്ലേ, അപ്പൊ എനിക്ക് ആ പണം എടുക്കാം. അതെവിടുത്തെ ന്യായം? അതാണല്ലോ ന്യായം. മോഹനേട്ടാ, ഞാൻ അടുക്കള ചോറും കറിയും ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോ മോഹനേട്ടൻ വന്ന് അത് എടുത്ത് കഴിച്ചു എന്ന് കരുതുക. ഉടനെ ഞാൻ എന്റെ ചോറും കറി മോഹനേട്ടൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ? ഒരു വീടാകുമ്പോ വീടിനകത്ത് ഭാര്യയ്ക്കും ഭർത്താനും വെവ്വേറെ സമ്പാദ്യമൊന്നും പാടില്ല മോഹനേട്ടാ. എനിക്കൊരു 4000 രൂപയുടെ ആവശ്യം വന്നു. ആവശ്യം എന്താന്ന് ഞാൻ നേരത്തെ മോഹനോട് പറഞ്ഞിരുന്നതാ. പക്ഷെ മോഹനേട്ടത് മൈൻഡ് ചെയ്ത് മട്ടയില്ല. അപ്പോ എനിക്ക് ആവശ്യമുള്ള പൈസ ഞാൻ ഇങ്ങനെ എടുത്തു, അത്രേ ഉള്ളൂ. പക്ഷേ ഞാനത് സമ്മതിക്കില്ല. പൈസ ഞാൻ എടുത്ത് കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ സമ്മതം? പാദസാനിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗം എന്തടോ എന്ന് നളചരിത വാട്ടക്കഥയിൽ ഉണ്ണായി വാര്യർ എഴുതിയിട്ടുണ്ട്. വെള്ളമെല്ലാം ഒഴുകിപ്പോയിട്ട് പിന്നെ അണ കെട്ടിട്ട് എന്താ കാര്യമെന്ന്. പൈസ ഞാനെടുത്ത് എന്റെ ആവശ്യം സാധിച്ചു കഴിഞ്ഞിട്ട് പൈസ ഇനി തരില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? 4000 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയല്ല. 4000 രൂപയുടെ വില എന്താണെന്ന് നിനക്കറിയാമോ? 4000 രൂപയുടെ വില 4000 രൂപ. അതുകൊണ്ടല്ലേ നമ്മൾ 4000 രൂപയെ 4000 രൂപ എന്ന് വിളിക്കുന്നേ. കാര്യം പറയുമ്പോ ഒരുമാതിരി തമാശ പറയരുത്. നിനക്ക് ഒരു മൊബൈൽ ഫോൺ ഇല്ലേ? അത് വാങ്ങിയിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. ഇപ്പൊ പുതിയ ഫോൺ വാങ്ങേണ്ട കാര്യം എന്താണ്? മോഹനേട്ടൻ ഏത് ലോകത്തായി ജീവിക്കണേ? നമ്മുടെ നാട്ടിലെ ആളുകള് 6 മാസം കൂടുമ്പോ മൊബൈൽ ഫോൺ മാറ്റുന്ന കാലല്ലേ ഇത്. ഞാനാണെങ്കിൽ നാട്ടിലെ മേൽവിലാസമുള്ള ഒരു വക്കീലും. എനിക്ക് ശരിക്കും 3 മാസം കൂടുമ്പോ പുതിയ മൊബൈൽ ഫോൺ വാങ്ങാവുന്നതാണ്. പക്ഷെ ഞാൻ വാങ്ങിയില്ല. ഇപ്പൊ എന്റെ ഫോണിന്റെ കാലാവധി കഴിഞ്ഞു. അതുകൊണ്ടാണ് പുതിയ ഫോൺ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം നീ ധൂർത്തടിക്കുന്നത് എവിടുത്തെ മര്യാദയാണ്? നിനക്ക് തോന്നുമ്പോഴൊക്കെ ഫോൺ വാങ്ങണമെങ്കിൽ അതിനുള്ള പൈസ നീ ഉണ്ടാക്കണം. പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ ഉണ്ടാക്കുന്നതേ ഇല്ലാന്ന് തോന്നൂല്ലോ. ഞാൻ ജോലി ചെയ്ത് ആവശ്യത്തിനുള്ള പണം ഉണ്ടാക്കുന്നുണ്ട്. തരക്കേടില്ലാത്ത തുക ഫീസായി കിട്ടുമ്പോ ഞാനതങ്ങ് മോഹനേട്ടനെ ഏൽപ്പിക്കും. അത് കൈക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മോഹനേട്ടൻ അത് മോഹനേട്ടന്റെ പൈസയാണ്. ഒരു ചായ കുടിക്കാൻ പോലും മോഹനേട്ടൻ എനിക്ക് 10 പൈസ തരില്ല. കരിങ്കിലും വെള്ളം കുടിക്കുന്ന പോലെയാ മോഹനേട്ടനെ കാശ് തന്നിട്ടുണ്ടെങ്കിൽ. അങ്ങോട്ടേക്കുള്ളൂ, തിരിച്ച് ഒരു തുള്ളി പോലും ഇങ്ങോട്ടേക്കില്ല. നീ എന്തു പറഞ്ഞാലും എന്റെ ബാഗിൽ നിന്നെടുത്ത 4000 രൂപ തിരിച്ചു തരാതെ നിന്നെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല. മോഹനേട്ടാ, വെറുതെ എന്നോട് വാശി പിടിക്കാൻ നിൽക്കണ്ട. ആ പണം എടുത്തത് ഞാനാണെങ്കിൽ അത് തിരിച്ചെന്ന് പ്രശ്നം ഉണ്ടാവില്ല. എനിക്കൊരു കാര്യം നടത്തണ്ടേ? എന്റെ അടുത്ത കളി തോപ്പിക്കാൻ നോക്കുന്ന മോഹനേഷനെ. വെറുതെ ബാഗ് തപ്പണ്ടോ? പൈസ അതിലില്ലോ.
പിന്നെ എവിടെ? എന്റെ വില്ലേജ് ഓഫീസർ എനിക്കറിഞ്ഞൂടെ? കാശ് എന്റെ കയ്യിലോ ബാഗിലോ ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ അടിച്ചു മാറ്റുന്ന എനിക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് ഞാൻ വേറെ വഴി നോക്കി. ഏത് വഴി? മനസ്സുണ്ടെങ്കിലും വഴി ഉണ്ടാവുന്നല്ലേ മോഹനേട്ടാ പറയുന്നത്. ആ വന്നതാണ് വഴി. ഇന്നലെ രാത്രി തന്നെ മോഹനേട്ടന്റെ ബാഗിൽ നിന്ന് കാശ് അടിച്ചു മാറ്റിയിട്ട് രാവിലെ തന്നെ ഉത്തമനെ പിടിച്ച് ആ കാശ് കൊടുത്ത് ഞാൻ വിട്ടു. എന്തിന്? അത് ഉത്തമൻ പറയും. നമസ്കാരം. നമസ്കാരം. എന്താ ഉത്തമ? ഉത്തമനോട് ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതെന്തായി എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഉത്തമൻ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് ഏറ്റതല്ലേ? ഗംഗാർ സർ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, സത്യഭാമ വക്കീൽ തന്നുവിട്ടതാണെന്ന് പറഞ്ഞോണ്ട് രൂപ 5000 എടുത്ത് കയ്യിൽ വെച്ചപ്പോ ഗംഗാധര സാറിന്റെ കണ്ണുതള്ളിപ്പോയി. സാർ ഈ ജന്മത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സഹായം ഈ നേരത്തെ എന്നെ കിട്ടുമെന്ന്. അതാണ്. അയ്യോ നമസ്കാരമുണ്ട് സാർ. ഞാൻ വെളുപ്പിന് ഇവിടെ വന്നിരുന്നു. അപ്പൊ സാറ് നടക്കാൻ പോയിരിക്കുകയാണെന്ന് വക്കീൽ പറഞ്ഞായിരുന്നേ. കാര്യം എന്താന്ന് ഞാൻ പറയാം. പുതിയ മൊബൈൽ ഫോൺ വാങ്ങാനായി ഞാൻ മോഹനേട്ടന്റെ ബാഗിൽ നിന്ന് കാശ് അടിച്ചു മാറ്റി എന്ന് പറഞ്ഞ് മോഹനേട്ടൻ ഉണ്ടാക്കിയ ബഹളം എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? ഞാൻ ആ കാശ് എടുത്തത് ഫോൺ വാങ്ങാനല്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ മോഹനേട്ടനോട് വേറൊരു കാര്യം പറഞ്ഞിരുന്നു. ഗംഗാധര സാറിന്റെ കാര്യം. ജൂൺ 2-ാം തീയതി സ്കൂൾ തുറക്കും. ഗംഗാധര സാറ് പഠിപ്പിക്കുന്ന 10-25 കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെറിയ സഹായം ചെയ്യണമെന്ന്. അന്ന് മോഹനേട്ടൻ അത് സമ്മതിച്ചതുവാ. ഇന്നലെ വരെ മോഹനേട്ടൻ അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയുന്നോർത്ത് ഞാൻ കാത്തിരുന്നു. പക്ഷെ ഒരക്ഷരം പോലും മോഹനേട്ടൻ മിണ്ടിയില്ല. അതുകൊണ്ട് മനഃപൂർവ്വ ഞാൻ ഇന്നലെ ആ ഫോണിന്റെ പ്രശ്നം എടുത്തിട്ട്. എന്നിട്ടും ഗംഗാധരൻ സാറിന്റെ കാര്യം മോഹനേട്ടൻ ഓർമ്മ വന്നില്ല. അതുകൊണ്ട് ഞാൻ മോഹനേട്ടന്റെ ബാഗിൽ നിന്ന് 4000 രൂപ അങ്ങ് അടിച്ചു മാറ്റി. പിന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന 1000 രൂപയും കൂടി ചേർത്ത് 5000 രൂപ രാവിലെ ഉത്തമനെ വിളിച്ചു വരുത്തി ഉത്തമന്റെ കയ്യിലും കൊടുത്തു വിട്ടു. മരത്തിലും മാനത്തും ഒക്കെ കാണുന്ന വില്ലേജ് ഓഫീസർ ഇക്കാര്യം കാണാതെ പോയി. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസം ഇന്നെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സഹായം എന്ന് ചെയ്യാനാണ് മോഹനേട്ടാ? അതിപ്പോ ഞാൻ മറന്നൊന്നുമല്ല, ഓരോ തിരക്കല്ലേ. എന്തായാലും നന്നായി വക്കീലെ. 25 പിള്ളേരുടെ പുസ്തകവും യൂണിഫോമും ഒക്കെ ആയിട്ട് ഗംഗാധര സാർ ആകെ പ്രയാസത്തിലായിരുന്നു. ഭക്ഷണത്തിനുള്ള കാശ് വേറെ ഉണ്ടാക്കണമല്ലോ. ഞാൻ കാശ് കൊണ്ടുവന്ന് കൊടുത്തപ്പോ ഗംഗാധര സാറിന്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. അല്ല വക്കീലിൽ നിന്ന് നേരത്തെ എനിക്ക് വിശ്വനാഥ് സാറിന്റെ മോള് പഠിക്കുന്ന സ്കൂളിലൊന്ന് കയറണം. അവിടെ LKG ചേരുന്ന പുതിയ കുട്ടികളെ കൊണ്ട് അക്ഷരം എഴുതിക്കാന്ന് ഞാൻ ഏറ്റിരിക്കുക. ഞാൻ മാത്രമല്ല, വേറെ കുറെ പേരുണ്ടെന്ന് സാറ് പറഞ്ഞത്. നാട്ടിൽ പ്രശസ്തരായ ആളുകളെ കൊണ്ട് കുട്ടികളെ അക്ഷരം എഴുതിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ അതൊരു അന്തസ്സാണല്ലോ. എന്നാലും വക്കീല് കൊച്ചുവെളുപ്പകാലത്ത് എന്നെ വിളിച്ചു വരുത്തി കാശ് തന്നപ്പോ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അത് മോനയുടെ സാറിനെ തോൽപ്പിക്കാനായിരിക്കും. അല്ല അതൊക്കെ പോട്ടെ സാറേ, ശിവശങ്കരന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എന്തായി? ശിവശങ്കരന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം നടത്തി തരാൻ എനിക്ക് മനസ്സില്ല. അത് കൊള്ളാം. അങ്ങാടി തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത്. കഷ്ടം. എന്താ ചുറ്റു കളിക്കുന്നത്? ഗംഗാധര സാധനം കൊടുക്കാണെന്നൊക്കെ പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ എതിരൊന്നും പറയില്ലായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞ പോരല്ലോ മോഹനേട്ടാ. ലോകത്തുള്ള മനുഷ്യന് ആവശ്യമില്ലാത്ത സകല കാര്യങ്ങൾ ഓർത്തിരിക്കുന്ന ആളാണ് മോഹനേട്ടൻ. അമേരിക്കയുടെ 13ാമത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ പറയും. ഇന്ത്യയിലെ സകല മന്ത്രിമാരുടെ പേരും അവരുടെ വകുപ്പുകളും പറയും. കേരളത്തിലൂടെ ഒഴുകുന്ന പുഴകളുടെ നീളവും വീതിയും പറയും. അങ്ങനെ മോഹനേട്ടൻ ഓർമ്മയില്ലാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. പക്ഷേ ഗംഗാധര സാറിനെ പോലെ നാട്ടുകാർക്കും ആ കുട്ടികൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കുന്ന കാര്യം വന്നപ്പോ മോഹനേട്ടൻ അത് മറന്നുപോയി. സത്യത്തിൽ ഇപ്പൊ ഉത്തമം വന്നില്ലായിരുന്നെങ്കിൽ ഞാനത് പറയില്ലായിരുന്നു. ഒടുവിലൊരു ദിവസം എവിടെയെങ്കിലും വെച്ച് ഗംഗാധര സാറിനെ കാണുമ്പോഴേ മോഹനേട്ടൻ കാര്യം അറിയണ്ടായിരുന്നുള്ളൂ. മോഹനേട്ടാ, ബാക്കിയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കണ്ട എന്നല്ല, പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഓർത്തിരിക്കേണ്ടത്. 25 കുട്ടികൾ പുതിയ വർഷത്തിൽ ഇന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. മോഹനേട്ടൻ എപ്പോഴും പറയാറില്ലേ, വിദ്യാഭ്യാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന്. അപ്പോ ആ കുട്ടികൾക്ക് പഠിക്കാൻ സഹായം ചെയ്യുന്നതിനെക്കാട്ടിലും വലിയ പുണ്യമുണ്ടോ?
പിന്നെ സ്കൂളിലെ വിദ്യാരംഭത്തിന്റെ കാര്യം. വിശ്വനാഥ് സാറ് എന്താ പറഞ്ഞെന്നറിയോ? ഭാമയെ പോലുള്ള ആളുകൾ ആദ്യാക്ഷരം എഴുതിക്കുന്ന കുട്ടികൾ ഭാവിയിൽ വലിയ ആളാവുമെന്ന്. അതിപ്പോ ആദ്യ അക്ഷരം എഴുതിക്കുന്നതാണോ വലിയ കാര്യം? ആദ്യത്തെ അക്ഷരം എഴുതുന്നതല്ല പ്രധാനം. ആ കുട്ടി ഭാവിയിൽ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ്. ഇത് അസൂയ. നാട്ടിലെ പ്രഗത്ഭരായ 10-12 പേർക്കൊപ്പം ഇരുന്ന് ഒരു സ്കൂളിലെ പുതിയ കുട്ടികളെ അഡ്വക്കേറ്റ് സത്യഭാമ അക്ഷരം എഴുതിക്കുന്നതിനെ പറ്റി ഓർത്തപ്പോൾ വില്ലേജ് ഓഫീസർക്കുണ്ടായ അസൂയ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല സാറേ. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. മണി 9:15. 9:30 സ്കൂളിൽ തുറന്ന് പറഞ്ഞിട്ടുള്ളേ. വരട്ടെ. കൃത്യനിഷ്ഠയില്ലാത്ത ഇവളൊക്കെ അക്ഷരം എഴുതിക്കുന്ന കുട്ടികളുടെ ഭാവി എന്താവും? ഗംഗാധര സാർ അങ്ങോട്ട് ഈ സമയത്ത്? ഞാൻ സത്യഭാമയെ കാണാനായിട്ട് ഇറങ്ങിയതാ. ഇത്ര നേരത്തെ സത്യഭാമ ഇറങ്ങുമെന്ന് കരുതിയില്ല. ഇന്ന് എനിക്ക് പരിചയമുള്ള സ്കൂളിലെ കുട്ടികൾ ആദ്യാക്ഷരം എഴുതിക്കുന്നുണ്ട്. എന്നോടൊന്ന് ചെല്ലാൻ പറഞ്ഞു. നന്നായി. കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ വലിയ സേവനം ഇല്ല. പ്രത്യേകിച്ച് സത്യഭാമയെ പോലെ നല്ല മനസ്സുള്ളവർ വേണം കുട്ടികൾക്ക് ആദ്യ അക്ഷരം പറഞ്ഞു കൊടുക്കാൻ. പിന്നെ ഞാൻ സത്യഭാമയെ കാണാൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഉത്തമൻ പണവും കൊണ്ടുവന്നപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. എന്താ പറയേണ്ടതെന്ന് പോലും മനസ്സിലായില്ല. പിന്നെ ആലോചിച്ചപ്പോഴാ സത്യഭാമയെ നേരിട്ടൊന്ന് കാണണമെന്ന് തോന്നിയത്. അതിന്റെ ഒന്നും ആവശ്യമില്ല സാർ. അവിടുത്തെ കുട്ടികൾക്ക് പുസ്തകവും യൂണിഫോമും വാങ്ങാനായി ഒരു തുക ഞങ്ങളുടേതായി തരണമെന്ന് കഴിഞ്ഞ ആഴ്ച ആലോചിച്ചതാ. ഓരോരോ തിരക്കുകളിൽപ്പെട്ട് മോഹനട്ടത് മറന്നുപോയി. അതുകൊണ്ടാ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഉത്തമന്റെ കയ്യിൽ ആ പണം കൊടുത്തേച്ചേ. മോഹനകൃഷ്ണൻ മറന്നുപോയെന്ന് ഭാമയോട് ആരാ പറഞ്ഞേ? മോഹനകൃഷ്ണൻ മിനഞ്ഞാന്ന് എന്നെ കാണാൻ വന്നിരുന്നു. ഇത് 10,000 രൂപയുണ്ട് സാർ. ഈ വർഷം ഇവിടുത്തെ കുട്ടികൾക്ക് യൂണിഫോം എന്റെ വക. എന്താ മോഹനകൃഷ്ണ ഇത്? ഇത്രയും വലിയൊരു തുക എന്റെ ഗതികേട് ഓർത്തിട്ടാണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. കഴിഞ്ഞ 11 കൊല്ലമായി എത്രയോ കുട്ടികളുടെ ഭക്ഷണവും പുസ്തകവും യൂണിഫോമും ഒക്കെ ഞാൻ വാങ്ങുന്നു. കുറച്ച് കഷ്ടപ്പാടുണ്ട് എന്നുള്ള ശരിയാ. പക്ഷേ എല്ലാത്തിനും ദൈവം ഒരു വഴി കാണിച്ചു തരും. ഇത്തവണ ദൈവം കാണിച്ചെന്ന വഴിയാണിതെന്ന് കരുതണം സാർ. ഇത് വാങ്ങാതിരിക്കരുത്. എന്നാലും ഇത്രയും വലിയൊരു തുക ഇതുവരെ ആരുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടില്ല. ഒരൊറ്റ ഷർട്ടും നിക്കറും മാത്രം കൊണ്ട് 1 വർഷം സ്കൂളിൽ പോയ ചരിത്രം എനിക്കുണ്ട് സാർ. മറ്റുള്ള കുട്ടികൾ ഷർട്ടുകൾ മാറി മാറിയിട്ടുകൊണ്ട് വരുമ്പോ കൊതിയോടെ നോക്കുന്നിട്ടുണ്ട് ഞാൻ. ഒരുപാടൊന്നും വേണ്ട, ഒരു ജോഡി ഷർട്ട് നിക്കറും കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് വല്ലാതെ മോഹിച്ചിട്ടുണ്ട് ഞാൻ. എന്നെ പോലെ ചിന്തിക്കുന്നവരാവും ഇവിടുത്തെ കുട്ടികൾ. സാറിന്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അവർ പറയുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് ഈ കൊല്ലം 2 ജോഡി യൂണിഫോം വിതരിക്കട്ടെ. എന്റെ കൈ പൈസ ഉണ്ട് സാർ. എല്ലാ ദിവസവും മാറി മാറിടാൻ ഷർട്ടും ഉണ്ട്. പക്ഷേ അതെനിക്ക് മാത്രം പോരല്ലോ. പണ്ട് ഞാൻ അനുഭവിച്ച സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. എല്ലാവരെയും സഹായിക്കാൻ എന്നെ കൊണ്ടാവില്ല. സാറിന്റെ 25 കുട്ടികൾക്കെങ്കിലും ഞാനൊരു സഹായം ആയിക്കോട്ടെ. സത്യഭാമ എന്ത് പറഞ്ഞു? അവളാ ഇങ്ങനൊരു കാര്യം എന്നോട് പറഞ്ഞത് തന്നെ. അവള് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു തർക്കവും ഞാൻ പറയാതിരുന്നതും ആദ്യമായിട്ടാ. എന്റെ കയ്യിൽ 10,000 രൂപയും വച്ച് തന്നിട്ട് കുട്ടികളോട് കുശലവും പറഞ്ഞ് നന്നായി പഠിക്കണമെന്ന് എല്ലാവരോടും ഉപദേശം കൊടുത്തിട്ടാ മോനേഷം പോയത്. മോഹനേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ല. മറന്നതാകും. അല്ലെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് അത് മറ്റുള്ളവരോട് പറയുന്ന ശീലം അയക്കില്ലല്ലോ. ഇത് സത്യഭാമ കൊടുത്തുവിട്ട പണമാ.
മോഹനകൃഷ്ണൻ പണം തന്നത് അറിയാതെയാ ഭാമ ഇത് കൊടുത്തുവിട്ടെന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ ഇത് കൊണ്ടിങ്ങി പോരുകയായിരുന്നു. ദാ സാർ അത് വേണ്ട, എന്തായാലും ഞാനത് തന്നതല്ലേ. അത് ശരിയല്ല. ഒരു കാര്യത്തിന് രണ്ടുപേരോട് പണം വാങ്ങുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ രണ്ടുപേരുമാണെങ്കിൽ സകല ആപത്തിലും എന്നെ സഹായിക്കുന്നവരുമാണ്. നനഞ്ഞിടം കുഴിക്കരുതെന്നാ പ്രമാണം. ദാ വാങ്ങിക്കൂ. സത്യഭാമ തന്നതാ പണമെന്ന് കുട്ടികളോട് പറയണമെന്ന് പറഞ്ഞിട്ടാ മോഹനകൃഷ്ണൻ പോയത്. അയാളുടെ പേര് പറയണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് കുട്ടികളോട് ഞാൻ സത്യഭാമയുടെ പേരാ പറഞ്ഞിരിക്കുന്നത്. സത്യഭാമയെ കാണാൻ ആഗ്രഹിച്ചിരിക്കുക കുട്ടികൾ. ഒരു ദിവസം സത്യഭാമ അവിടെ ഒന്ന് വരണം. ഞാൻ വരാം സാർ. പക്ഷേ കുട്ടികളെ കാണുന്നതിന് മുന്നേ എനിക്ക് വേറൊരാളെ കാണാനുണ്ട്. നീ പോയില്ലേ? എന്താ പാമേ? സാറൊന്നിങ്ങി ഇറങ്ങി വന്നേ. എന്താ എന്നോട് പറയാത്തത്? എന്ത്? ഗംഗാർ സാറിന് പൈസ കൊടുത്ത കാര്യം നിന്നോട് ആര് പറഞ്ഞു? ഞാൻ ഗംഗാർ സാറിനെ കണ്ടു. അതിലിപ്പോ എത്ര പറയാനെന്തിരിക്കുന്നു? സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പൈസ കൊടുക്കണമെന്ന് നീ എന്നോട് പറഞ്ഞു. മെനിയാന്ന് തന്നെ ഞാൻ പണം കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ ഇന്ന് ഇത്ര സംസാരം ഉണ്ടായിട്ട് മിണ്ടാതിരുന്നതോ? നീ പൈസ എടുത്ത് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് ഫോൺ വാങ്ങാനെന്നല്ലേ. അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. അത് കഴിഞ്ഞപ്പോ മനസ്സിലായി ഗംഗാധര സാറിന് കൊടുക്കാനാണെന്ന്. അപ്പോ ഉത്തമന്റെ മുമ്പ് വെച്ച് ഞാൻ നേരത്തെ പൈസ കൊടുത്തെന്ന് പറഞ്ഞാ നീ ആകെ നാണം കെട്ട് പോവില്ലേ? അതുകൊണ്ട് മിണ്ടിയില്ല. എന്നാൽ സാറാള് കൊള്ളാം. ഞാൻ മനസ്സിൽ കണ്ടത് സാറ് മാനത്ത് കണ്ടു. അങ്ങനെയല്ലേ വേണ്ടത്. വഴി ഗംഗാര സാറിനെ കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷായി. ഭാമ ചെയ്ത് നന്നായിന്ന് സാറ് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. സത്യത്തിൽ സാറിന് വലിയ സഹായം ആവശ്യമുള്ള സമയമായിരുന്നു. ആ സമയത്തല്ലേ നമ്മൾ സഹായിക്കേണ്ടത്. പക്ഷേ എന്റെ സഹായം വെറുതെ ആയിപ്പോയി. പാദസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗമെന്തടോ. മോഹനേട്ടൻ ചെയ്യാനുള്ള സഹായമൊക്കെ ചെയ്തിട്ട് പിന്നെ എന്റെ സഹായം കൊണ്ട് എന്താ കാര്യം അല്ലേ? ഭാമ പറഞ്ഞിട്ടാ സഹായിക്കുന്നതെന്നും മോഹനേട്ടൻ പറഞ്ഞു. അത് സത്യമല്ലേ? ഞാൻ സത്യം മാത്രമേ പറയൂ. ഞാൻ ഒരു ഗാന്ധിയനാണല്ലോ. അങ്ങനെ മോഹനേട്ടൻ എന്നെ പിന്നെയും തോൽപ്പിച്ചു. ഇവിടെ ആരും ജയിച്ചതുമില്ല, തോറ്റിട്ടുമില്ല. വിദ്യാഭ്യാസമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അത് നേടാൻ കുറച്ചു കുട്ടികളെ നമ്മൾ സഹായിച്ചു. അത് ഞാൻ ഒറ്റയ്ക്കല്ല, നീയും ഞാനും കൂടി. ആശയം നിന്റേത്, നടപ്പിലാക്കിയത് ഞാൻ. അത്രയേ ഉള്ളൂ. പിന്നല്ലാതെ എന്ത് കാര്യത്തിനായാലും നമ്മൾ ഒറ്റക്കെട്ടല്ലേ? അപ്പോ നമുക്ക് ഒറ്റക്കെട്ടായി വിശ്വനാഥൻ സാറിന്റെ മോള് പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് പോയാലോ? മോഹനേട്ടൻ വരുന്നുണ്ടോ? പിന്നെ കുട്ടികളെ അക്ഷരം എഴുതിപ്പിക്കുന്ന നാട്ടിലെ 10-12 യോഗ്യരിൽ ഒരാൾ ഞാനല്ലേ? സാർ പറഞ്ഞില്ലല്ലോ. പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കൊള്ള വില്ലേജ് ഓഫീസറേ. മോഹനകൃഷ്ണനെ മനസ്സിലാക്കുന്നതിൽ സത്യഭാമയ്ക്ക് വീണ്ടും പിഴച്ചു എന്നതാണ് സത്യം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ അറിയാവുന്ന ഈ വില്ലേജ് ഓഫീസർ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. പുതുവർഷത്തിൽ അറിവിന്റെ നാമ്പ് തേടി വിദ്യാലയങ്ങളിലേക്ക് എത്തുന്ന എല്ലാ കുട്ടികൾക്കും ശോഭനമായ ഭാവി നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.